നമസ്കാരം. പ്രധാന വാർത്തകൾ. ഷൊർണൂരിൽ മേളം തിയേറ്ററിനും റെയിൽവേ സ്റ്റേഷനും സമീപത്തെ വെള്ളക്കെട്ട് പ്രശ്നം നഗരസഭയ്ക്ക് തലവേദനയാകുന്നു. പാതയിലെ കൾവേർട്ട് അടഞ്ഞതോടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചതാണ് പ്രധാന പ്രശ്നം. നഗരസഭാ അധികാരികളും PWD അധികൃതരും സ്ഥലം സന്ദർശിച്ചു. പാടം നികത്തിയുള്ള അശാസ്ത്രീയമായ കെട്ടിട നിർമ്മാണം മറ്റൊരു പ്രശ്നമാണെന്ന് ചെയർപേഴ്സൺ. വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട പ്രാഥമിക പരിശോധനയാണ് നടക്കുന്നതെന്നും ചാൽ വൃത്തിയാക്കുന്നതടക്കമുള്ള ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും ചെയർപേഴ്സൺ P. നിർമ്മല. കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധവുമായി സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ. പെട്രോൾ, ഡീസൽ, പാചകവാതക, CNG വിലവർദ്ധനവ് പിൻവലിക്കണമെന്ന ആവശ്യങ്ങൾ ഉന്നയിച്ച് SCFWA ഷൊർണൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും. ജോലി വാഗ്ദാനം ചെയ്ത് ദളിത് യുവതിയെ പീഡിപ്പിച്ച കേസ്. പ്രതിയായ പാലക്കാട് നഗരസഭാ കൗൺസിലർ പ്രശോഭ് വത്സനെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് 2 ദിവസത്തേക്ക് മണ്ണാർക്കാട് SC കോടതി. ആർഭാട ജീവിതത്തിനായി അയോധ്യയെ ആക്രമിച്ച് സ്വർണ്ണവടകൾ കവർന്ന ധനകാര്യ സ്ഥാപനത്തിലെ ലോൺ അപ്രൂവൽ ഓഫീസർ പിടിയിൽ. ചാലക്കുടി ഡിവൈഎസ്പിയുടെയും സംഘത്തിന്റെയും നേതൃത്വത്തിൽ പിടിയിലായത് തലശ്ശേരി സ്വദേശി റോഷൻ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോങ്ങാട് കഞ്ചാവുമായി യുവാവ് പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് കോങ്ങാട് സ്വദേശി ഷിബിൽ. കോട്ടായിയിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളിയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരണപ്പെട്ടത് 30-കാരൻ സുരേഷ്. ലോകകപ്പ് ഫുട്ബോളിന് ഇനി 8 നാൾ. ആരാധകരുടെ ആവേശം വാനോളം. ഇത്തവണ ലോകകപ്പിന് ശേഷം വിടവാങ്ങുന്ന മെസ്സിയുടെ പടുകൂറ്റൻ ഫ്ലക്സുമായി കോങ്ങാട് അർജന്റീന ആരാധകർ. 160 അടി നീളമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ഫ്ലക്സ് ആണെന്ന് മെസ്സി ആരാധകർ. വാർത്തകൾ വിശദമായി. ഷൊർണൂരിൽ മേളം തിയേറ്ററിനും റെയിൽവേ സ്റ്റേഷനും സമീപമുള്ള വെള്ളക്കെട്ട് പ്രശ്നം നഗരസഭയ്ക്ക് തലവേദനയാകുന്നു. റോഡിലെ കൾവേർട്ട് അടഞ്ഞതോടെ വെള്ളത്തിന്റെ സുഗമമായ ഒഴുക്ക് നിലച്ചതാണ് പ്രധാന പ്രശ്നം. വിവരം അറിഞ്ഞ് നഗരസഭാ അധികാരികളും PWD അധികാരികളും സ്ഥലം സന്ദർശിച്ചു. പ്രാഥമിക പരിശോധനയാണ് നടത്തിയതെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ചെയർപേഴ്സൺ P. നിർമ്മല STVയോട് പറഞ്ഞു. മുൻകാലങ്ങളിൽ എന്ന പോലെ വീണ്ടും വെള്ളക്കെട്ട് പ്രശ്നം നഗരസഭയ്ക്ക് തലവേദനയാവുകയാണ്. മഴ പെയ്തു തുടങ്ങിയപ്പോൾ തന്നെ പ്രശ്നം രൂക്ഷമാകുന്ന സ്ഥിതിയാണിവിടെ. മേളം തിയേറ്ററിനും റെയിൽവേ സ്റ്റേഷനും സമീപമായാണ് വിവിധ ഡ്രൈനേജുകളിലെ വെള്ളക്കെട്ട് പ്രധാന പ്രശ്നമാകുന്നത്. റോഡിലെ കൽവർട്ട് അടഞ്ഞതോടെയാണ് വെള്ളത്തിന്റെ സുഗമമായ ഒഴുക്കിന് തടസ്സമായിരിക്കുന്നത്. പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടതോടെ നഗരസഭാ അധികാരികളും PWD അധികാരികളും സ്ഥലം സന്ദർശിച്ചു. വിവിധ ഭാഗങ്ങളിലാണ് ഇവർ പരിശോധന നടത്തിയത്. പാഴ്വസ്തുക്കളും ചപ്പുചവറുകളും അടിഞ്ഞുകൂടി കൽവർട്ടിലെ ഓവുചാൽ അടഞ്ഞിരിക്കുകയാണ്. ഓവുചാലാകട്ടെ വലിയ വ്യാസമില്ലാത്തതുമാണ്. റെയിൽവേ നിർമ്മിച്ച ഡ്രെയിനേജ് ഉയരം കൂടിയതും കൽവർട്ടിലെ ഓവുചാൽ കണക്ട് ചെയ്യുമ്പോൾ വെള്ളം സുഗമമായി ഒഴുകിപ്പോവാൻ കഴിയാത്തതുമാണ് പ്രധാന പ്രശ്നമെന്ന് ചെയർപേഴ്സൺ P. നിർമ്മല പറഞ്ഞു. പ്രശ്നത്തിൽ റെയിൽവേ അധികാരികളുമായി ചർച്ച ചെയ്യുമെന്നും ചെയർപേഴ്സൺ സൂചിപ്പിച്ചു. പാടം നികത്തിയുള്ള അശാസ്ത്രീയമായ കെട്ടിട നിർമ്മാണവും മറ്റൊരു കാരണമായി ചെയർപേഴ്സൺ ചൂണ്ടിക്കാട്ടുന്നു. മേളം തിയേറ്ററിന് സമീപത്ത് ഉണ്ടാകുന്ന വെള്ളക്കെട്ട് സ്ഥിരമായിട്ടുണ്ടാവുന്നതാണ്. ഈ വർഷം മാത്രം സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമല്ല അത്. ഇതിൽ ഇപ്പോൾ എന്താ പറയുക, അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. പാടം നികത്തിയിട്ട് നിർമ്മിതികൾ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റെയിൽവേ ചെയ്തിട്ടുള്ള ചാല അതിൻ്റെ ഉയരം കൂടിപ്പോയി. അപ്പോൾ ഈ ചാല അതിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ വെള്ളം അങ്ങോട്ട് കറക്റ്റായിട്ട് പോണില്ല. അതൊക്കെയാണ് ഇതിലത്തെ പ്രശ്നങ്ങൾ. അപ്പോൾ റെയിൽവേയുമായിട്ട് കൂടി ആലോചിച്ച് ഇതിൻ്റെ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. PWD സന്ദർശിച്ചിട്ടുണ്ട്. അവർക്കിപ്പോൾ ഇതിൽ പരിഹാരം പറയാനുള്ളതുള്ള ചാലുകളുടെ വീതി കുറഞ്ഞു പോയിട്ടുണ്ട്. പ്രാഥമികമായ പരിശോധനയാണ് ഇപ്പോൾ നടന്നതെന്നും അഴുക്കുചാൽ വൃത്തിയാക്കുന്നതടക്കമുള്ള ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ചെയർപേഴ്സൺ P. നിർമ്മല STVയോട് പറഞ്ഞു. MLA ഫണ്ടിൽ നല്ലൊരു കൾവർട്ട് പണിയാൻ ഉള്ള തുക വകയിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ പണി വരണമെങ്കിൽ കുറച്ച് താമസം വരും. അതിൻ്റെ മുന്നായിട്ട് നഗരസഭയ്ക്ക് ചെയ്യാൻ കഴിയുന്നത് ചാലുകൾ വൃത്തിയാക്കുക എന്നുള്ളതാണ്. അത് നഗരസഭയുടെ ഭാഗത്തു നിന്ന് ആ ചാലുകൾ വൃത്തിയാക്കാൻ വേണ്ട എല്ലാ നടപടികളും ഉണ്ടാവും. പക്ഷെ അതിൽ മനുഷ്യനോ അല്ലെങ്കിൽ മെഷീനോ ഒന്നും വെച്ച് ചെയ്യാൻ കഴിയാത്ത വിധം അത്രയും അടിയിലും അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി ഒരാൾക്കും അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. ആ വിധത്തിലാണ് ആ ചാല്. അതാണ് ഇപ്പോൾ ഇതിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് അതാണ്. നഗരസഭ AEയും സ്ഥലം സന്ദർശിക്കും. പല ഡ്രൈനേജുകൾക്കും വീതി ഇല്ലാത്തത് പ്രധാന പ്രശ്നമായി PWD അധികാരികളും ചൂണ്ടിക്കാട്ടുന്നു. PWയും MLAയും കൂടി ആലോചിച്ച് പുതിയൊരു കൽവർട്ട് നിർമ്മിക്കാനുള്ള ആലോചന ഉണ്ടെന്നും ചെയർപേഴ്സൺ സൂചിപ്പിച്ചു. പരിശോധനയിൽ ചെയർപേഴ്സൺ P. നിർമ്മല, മറ്റ് ജനപ്രതിനിധികളായ സന്ധ്യ, രവീന്ദ്രൻ, മുരുകൻ, പ്രദീപ്, ഗോപകുമാർ എന്നിവർക്ക് പുറമെ PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ ജിതിൻ എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
ആർഭാട ജീവിതത്തിനായി വയോധികയെ ആക്രമിച്ച് സ്വർണ്ണവളകൾ കവർന്ന ധനകാര്യ സ്ഥാപനത്തിലെ ലോൺ അപ്രൂവൽ ഓഫീസർ പിടിയിൽ. കണ്ണൂർ തലശ്ശേരി തിരുവങ്കാട് ഗീതം നിവാസിൽ റോഷനാണ് പിടിയിലായത്. ചാലക്കുടി ഡിവൈഎസ്പിയും സംഘവുമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ മെയ് 30 പുലർച്ചെ 5:20 കേസിനാസ്പദമായ സംഭവം നടന്നത്. ചാലക്കുടി പോട്ട വാഴക്കൊന്ന് സ്വദേശിയായ വയോധിക വീട്ടിൽ നിന്നും പോട്ട ലിറ്റിൽ ഫ്ലവർ പള്ളിയിലേക്ക് കുർബാനയ്ക്കായി ഉറുമ്പൻകുന്ന് എഡ്ഡി കറണ്ട് റോഡിലൂടെ നടന്നു പോകുകയായിരുന്നു. വാഴക്കുന്ന് എത്തുന്നതിന് തൊട്ടുമുമ്പുള്ള വിജനമായ സ്ഥലത്ത് വെച്ച് കൈകളിൽ ഗ്ലൗസ് ധരിച്ചെത്തിയ റോഷൻ വയോധികയെ പിന്നിലൂടെ ആക്രമിച്ച് മുഖം പൊത്തിപ്പിടിച്ച് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. അവിടെ വെച്ച് മുഖത്തടിച്ച് ക്രൂരമായി ഉപദ്രവിച്ച് അബോധാവസ്ഥയിലാക്കിയ ശേഷമാണ് കയ്യിലുണ്ടായിരുന്ന 1 പവൻ വീതമുള്ള 3 സ്വർണ്ണവളകൾ കവർന്നത്. ആർഭാട ജീവിതം മൂലമുണ്ടായ കടുത്ത സാമ്പത്തിക ബാധ്യത തീർക്കാനാണ് കൃത്യം ചെയ്തതെന്ന് പ്രതി സമ്മതിച്ചു. പുലർക്കാല നടത്തക്കാരനെന്ന വ്യാജേന സഞ്ചരിച്ചാണ് ഇയാൾ ഇരയെ കണ്ടെത്തിയത്. ആക്രമണത്തിനിരയായ സ്ത്രീ നൽകിയ സൂചനകളാണ് കേസിൽ നിർണായകമായത്. അക്രമി വ്യായാമം ചെയ്യുന്നവർ ധരിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നതെന്ന് വയോധിക പോലീസിനോട് പറഞ്ഞിരുന്നു. ഇതേ തുടർന്ന് അന്വേഷണ സംഘം പ്രദേശത്തെ പുലർച്ചെ നടക്കാനിറങ്ങുന്ന 70ഓളം പേരുടെ ശാരീരിക പ്രത്യേകതകളും വസ്ത്രധാരണ രീതിയും രഹസ്യമായി നിരീക്ഷിച്ചു. ഇതിലൂടെയാണ് പ്രതിയെക്കുറിച്ചുള്ള കൃത്യമായ സൂചന പോലീസിന് ലഭിക്കുന്നത്. തുടർന്ന് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിൽ പ്രതിയെ വലയിലാക്കുകയായിരുന്നു. നമ്മൾ കൃത്യമായിട്ട് കേസെടുത്തു. ഞാനൊരു ടീമിനെ അതിനുവേണ്ടി തന്നെ ഇട്ടു. എൻ്റെ സ്ക്വാഡ്, നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ സ്ക്വാഡ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, എൻ്റെ കൂട്ടുള്ള സ്ഥിരം ടീമാണ്. അവിടുത്തെ DYSP ചാർജ് ബെന്നിയാണ്, അവിടുത്തെ CI ശശികുമാർ, അവിടുത്തെ നമ്മുടെ ചാലക്കുടി പോലീസ്. ഇങ്ങനൊരു കേസ് നടന്നാൽ അത് കഴിഞ്ഞിട്ടേ നമുക്ക് വേറെ പണിയുള്ളൂ. വേറെ ഒന്നുമല്ല, ഒരാൾക്ക് പള്ളിയിൽ കുർബാനയ്ക്ക് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ എന്താ, നമുക്കങ്ങനെ പറ്റത്തില്ലല്ലോ. അവസാനം നമ്മൾ 4-5 ദിവസം നല്ല എഫേർട്ട് എടുത്തു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 5 ദിവസമൊക്കെ കൊടുക്കുക. 5 ദിവസമൊക്കെ എൻ്റെ പുറകെ നടക്കുക. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ തലശ്ശേരിയുള്ള ഒരാളാണ്, നല്ല വിദ്യാഭ്യാസമുള്ള, അവന് നമ്മുടെ സിസ്റ്റം അറിഞ്ഞുകൂടാ. നമ്മളിവിടെ ഈ എന്തുമാത്രം പോലീസിങ് എത്ര എഫക്റ്റീവാണെന്ന് അവൻ അറിഞ്ഞുകൂടാ. നല്ല കാശുള്ളവനായിരുന്നു, ഗ്രാജുവേറ്റാണ്, ജിമ്പിലൊക്കെ പോകുന്നവനാണ്, പിന്നെ കണ്ട നല്ല സിനിമാടനെ പോലിരിക്കുകയാണ്. ആളിവിടെ അടുത്തുണ്ട് എന്നൊക്കെ എടുക്കുക. അവനാണ് മുഹമ്മൂടിയിലോട്ട് അവൻ്റെ തോന്നൽ എന്നറിയാം. 2-3 ദിവസം പോലീസ് നോക്കും, പിന്നെ നോക്കത്തില്ലല്ലോ. അപ്പോൾ അവനെ നമ്മൾ പിടിച്ചു. പോയ 3 വളയും എവിടാന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ വിവരം കിട്ടി. അത് കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ പരിശോധിച്ച് 3 ഈ 3 വള ഇരിക്കുന്നത്. ചാലക്കുടി DYSP KP ബെന്നി, ഇൻസ്പെക്ടർ T ശശികുമാർ, പ്രൊബേഷൻ SI വൈശാഖ്, ഡാൻസ് ഓഫ് എ ടീം അംഗങ്ങളായ സതീശൻ മടപ്പാട്ടിൽ, PM മൂസ, VU സിൽജോ, AU റജി, MJ ബിന്ദു, EA ശ്രീജിത്ത്, സൈബർ സെൽ ഉദ്യോഗസ്ഥരായ CK ഷനൂബ്, CR സനൂബ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഭീതിയുടെ പ്രതീതി സമ്മാനിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്നും അപ്പാടെ വ്യത്യസ്തമായി സെമിത്തേരി നിർമ്മിച്ചിരിക്കുകയാണ് തൃശൂരിലെ ക്രൈസ്തവ ദേവാലയം. പുതിയ കാലത്തെ സ്ഥലപരിമിതിക്കും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും ഉള്ള പരിഹാരമെന്നോണം ഇരിങ്ങാലക്കുട രൂപതയുടെ കീഴിലെ വല്ലക്കുന്ന് സെന്റ് അൽഫോൺസ് ദേവാലയത്തിലാണ് 2 നില കെട്ടിടത്തിൽ സെൽ മോഡലിൽ കല്ലറകൾ ഒരുക്കിയിരിക്കുന്നത്. കണ്ടാൽ ഒരു പാരിഷ് ഹാൾ അല്ലെങ്കിൽ ഷോപ്പിംഗ് മാൾ എന്ന് പുറത്തു നിന്നും നോക്കുമ്പോൾ തോന്നുമെങ്കിലും അകത്തേക്ക് കയറിയാൽ 2 നിലകളിലായി 6000 ചതുരശ്ര അടിയിൽ 388 കല്ലറകളാണ് ഒരുക്കിയിരിക്കുന്നത്. 3 കോടി രൂപ ഇടവക ജനങ്ങൾ പിരിച്ചെടുത്തുകൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ചൂടും മഴയും തുടങ്ങിയ കാലാവസ്ഥ എന്തുതന്നെയായാലും സംസ്കാര ചടങ്ങിൽ എല്ലാവർക്കും 2 നിലകളിലായി നിന്നുകൊണ്ട് പങ്കുചേരാനാകും. നിലവിൽ കേരളത്തിൻ്റെ വിവിധ പള്ളികളിൽ സെമിത്തേരിയിൽ ഏതാനും സെൽ കല്ലറകൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഒരു കെട്ടിടം പണിതുകൊണ്ട് അതിനുള്ളിൽ കല്ലറകൾ ഒരുക്കുന്നത് ആദ്യമായാണ്. പഴയകാല തുറന്ന സെമിത്തേരികളുടെ സമീപത്തെ താമസക്കാർക്ക് അനുഭവിക്കേണ്ടി വരുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളും പുതിയ സെമിത്തേരികളുടെ ഇല്ലാതാകും. നാളിതുവരെ വല്ലക്കുന്ന് ഇടവകയ്ക്ക് സ്വന്തമായി സെമിത്തേരി ഇല്ലാത്തതിനാൽ തൊട്ടടുത്ത പള്ളിയിലായിരുന്നു മൃതദേഹങ്ങൾ സംസ്കരിച്ചിരുന്നത്. ഈ സാഹചര്യത്തിൽ 2018 സെൽ സെമിത്തേരിയുടെ നിർമ്മാണ ആശയം ഇടവക അംഗങ്ങൾക്കിടയിൽ രൂപപ്പെടുന്നത്. ഇരിങ്ങാലക്കുട രൂപതയിലെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് വല്ലക്കുന്ന് സെന്റ് അൽഫോൺസ ദേവാലയം. ഇവിടെ ഈ ദിവസങ്ങളിൽ ഒരു പ്രത്യേകത, ഇവിടെ ഒരു വളരെ മനോഹരമായൊരു സിമിട്രി രൂപീകരിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ പ്രത്യേകതയായിട്ട് പറയുക, ഏകദേശം 388ഓളം കല്ലറകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു ക്രൈസ്തവ ദർശനം, മരണത്തിനപ്പുറം ഒരു ജീവിതം ഉണ്ടെന്നുള്ള ക്രൈസ്തവ ദർശനത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സിമിട്രി ഇവിടെ രൂപീകൃതമായത്. 2008 ഈ ഇടവക രൂപീകൃതമാകുന്നത്. ആ സമയത്ത് ഇവിടെ സിമിത്തേരി ഇല്ല. അതിനുശേഷം ഇവരുടെ അധ്വാനം അതുപോലെ തന്നെ പ്രാർത്ഥനയും വഴിയാണ്, എല്ലാം അനുവാദത്തോടു കൂടിയൊക്കെയാണ്
പേപ്പർ വർക്കുകളൊക്കെ ചെയ്ത് വളരെ കൃത്യതയോട് കൂടിയിട്ടാണ് ഈ സിമിട്രി നമുക്ക് അനുവദിച്ച് കിട്ടിയത്. 2018 സെൽ സെമിത്തേരിയുടെ നിർമ്മാണ ആശയം ഇടവക അംഗങ്ങൾക്കിടയിൽ രൂപപ്പെടുന്നത്. കഴിഞ്ഞ 1.5 വർഷം മുൻപാണ് നിർമ്മാണം ആരംഭിച്ചത്. പുതിയ സെമിത്തേരി ഉദ്ഘാടനം ചെയ്തതോടെ അടുത്തിടെ മരണപ്പെട്ട 30 പേരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ ഇവിടെ എത്തിച്ച് സെല്ലുകളിൽ സംസ്കരിച്ചിട്ടുണ്ട്. ഇവ ദ്രവിക്കുന്ന മുറയ്ക്ക് സെല്ലുകളുടെ പിന്നിലെ അസ്ഥിക്കുഴിയിലേക്ക് നിക്ഷേപിക്കപ്പെടുകയും പുതിയ ആളുകളെ ആ സെല്ലിൽ സംസ്കരിക്കാനും സാധിക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ജോലി വാഗ്ദാനം ചെയ്ത് ദളിത് യുവതിയെ പീഡിപ്പിച്ച കേസിൽ പാലക്കാട് നഗരസഭാ കൗൺസിലർ പ്രശോഭ് വത്സനെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 2 ദിവസത്തേക്കാണ് പ്രശോഭിനെ മണ്ണാർക്കാട് SC കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. പ്രശോഭുമായി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി. പ്രശോഭിന്റെ വീട്, പീഡനം നടന്ന സ്ഥലങ്ങളിൽ ഉൾപ്പെടെയുള്ള തെളിവെടുപ്പ് നടത്താനാണ് നീക്കം. ഹൈക്കോടതി ജാമ്യം തള്ളിയതിന് പിന്നാലെയായിരുന്നു പ്രശോഭ് വത്സൻ പോലീസിൽ കീഴടങ്ങിയത്. ദളിത് യുവതിയെ ജോലി വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്നാണ് ഇയാൾക്കെതിരെയുള്ള കേസ്. ജോലി വാഗ്ദാനം ചെയ്ത് പരിചയപ്പെട്ട ശേഷം സൗഹൃദം ധരിച്ച് താമസ സ്ഥലത്തേക്കും അതിക്രമിച്ചു കയറി പ്രശോഭ് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നായിരുന്നു മുഖ്യമന്ത്രിക്ക് അതിജീവിതം നൽകിയ പരാതി. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പാലക്കാട് ടൗൺ സൗത്ത് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കേസെടുത്തതിന് പിന്നാലെ പ്രശോഭ് വത്സൻ ഒളിവിൽ പോകുകയായിരുന്നു. മാസത്തോളം പോലീസ് തെരച്ചിൽ നടത്തിയെങ്കിലും ഇയാളെ പിടികിട്ടാനായിരുന്നില്ല. തുടർന്നാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിക്കുന്നതും പ്രശോഭ് വത്സൻ കീഴടങ്ങുന്നതും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഇന്ധനവില വർധന 9 രൂപ വർദ്ധിപ്പിച്ചപ്പോൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാതെ ഓയിൽ കമ്പനികൾക്ക് നൽകുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. നമ്മൾ ഏറുപടക്കം എറിഞ്ഞതിന്റെ പേരിലല്ല യുദ്ധമുണ്ടായതെന്നും ലോകത്തെ വിവിധ രാജ്യങ്ങൾ ഇതിന്റെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. മോദി 5 രാജ്യങ്ങളിൽ സന്ദർശിച്ചപ്പോൾ അതിന്റെ ചെലവാണ് പൊതുസമൂഹം അന്വേഷിച്ചത്. 5 രാജ്യങ്ങളുമായി കരാർ ഒപ്പിട്ട് പ്രധാനമന്ത്രി എത്തിയപ്പോൾ അതിലൂടെ എന്ത് ലഭിച്ചെന്ന് ആരും അന്വേഷിച്ചില്ലെന്നും കേന്ദ്രമന്ത്രി തൃശൂരിൽ പറഞ്ഞു. 9 രൂപ വില വർദ്ധിച്ചപ്പോൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാതെ ഓയിൽ കമ്പനികൾക്ക് നൽകുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. നമ്മൾ ഏറുപടക്കം എറിഞ്ഞതിൻ്റെ പേരിലല്ല യുദ്ധമുണ്ടായത്. ലോകത്തെ വിവിധ രാജ്യങ്ങൾ ഇതിൻ്റെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. 47 രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ ഇന്ധനം ഇറക്കുമതി ചെയ്യുന്നത്. മോദി 5 രാജ്യങ്ങളിൽ സന്ദർശിച്ചപ്പോൾ അതിൻ്റെ ചെലവ് പൊതുസമൂഹം അന്വേഷിച്ചത്. 5 രാജ്യങ്ങളിലായി കരാർ ഒപ്പിട്ട് പ്രധാനമന്ത്രി എത്തിയപ്പോൾ അതിലൂടെ എന്ത് ലഭിച്ചെന്ന് ആരും അന്വേഷിച്ചില്ല. 2030 വരെയുള്ള ഇന്ധന പദ്ധതികൾക്ക് ഊർജ്ജം പകരുന്ന വലിയ പദ്ധതിയാണ് UAE നടത്തിയത്. പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ പണം ചെലവാക്കി നടത്തുന്ന യാത്ര രാജ്യത്തിനു വേണ്ടി മാത്രമാണ്. ഏതു പശ്ചാത്തലത്തിൽ ഇന്ധനവില വർദ്ധിച്ചോ ആ പശ്ചാത്തലം തിരുത്തപ്പെടുമ്പോൾ ഓയിൽ കമ്പനികളോട് തിരുത്തപ്പെടണമെന്ന് ആവശ്യപ്പെടുന്നതും താൻ തന്നെയാകും. താൻ മനസ്സിലാക്കിയിടത്തോളം 2 പ്രാവശ്യം മാത്രമാണ് ഇന്ധനവില വർദ്ധിപ്പിച്ചത്. UPI ഭരണകാലത്ത് ഒരു യുദ്ധവും ഇല്ലാത്തപ്പോൾ എത്ര തവണ ഇന്ധനവില കൂട്ടിയെന്ന് വിളംബരം ചെയ്യണം. ഇന്ധനവില കയറ്റം പിടിച്ചു നിർത്താൻ തനതായ രീതിയിൽ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നത് കേരള സർക്കാരിൻ്റെ ബുദ്ധിപരമായ നീക്കമാണ്. പെട്രോളിൻ്റെ ടാക്സ് ഒരിക്കലെങ്കിലും കേരളത്തിൽ കുറയ്ക്കാൻ കഴിഞ്ഞ സർക്കാർ ശ്രമിച്ചിട്ടുണ്ടോ? ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ പെട്രോളിൻ്റെ ടാക്സ് ഉയർന്നെങ്കിൽ അത് പിരിക്കലല്ല എന്ന് കേരള സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല. തന്നെ കൊണ്ടാവുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യും എന്ന് പറയുന്ന കേരള സർക്കാരിനെ നിർബന്ധിക്കാൻ താൻ ഒരുക്കമല്ലെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. തനതായ രീതിയിൽ എന്ന് പറഞ്ഞാൽ തന്നെ കൊണ്ടാവുന്ന രീതിയിൽ എന്ന് പറഞ്ഞിടത്ത് ഈ 5 വർഷവും ഇന്നലെ അതും ചോദിച്ചല്ലോ, നിങ്ങൾ എന്തിനൊക്കെ വില കുറച്ചു എന്നുകൂടി പറയണമെന്ന് പഴയ ധനമന്ത്രി എടുത്ത് ചോദിച്ചല്ലോ. മെയിനായിട്ട് ഉദ്ദേശിച്ചത് നിങ്ങൾ പെട്രോളിൻ്റെ കേരളത്തിലെ ടാക്സ് നിങ്ങൾ എപ്പോഴെങ്കിലും കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ജനങ്ങളെ ബാധിക്കുന്ന, ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന, ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന രീതിയിൽ പെട്രോളിൻ്റെ വില എന്ന് പറയുന്നത് ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയിട്ടുണ്ടെങ്കിൽ ആ കൂടിയ തുകയുടെ ടാക്സ് ഞങ്ങൾ പിരിക്കില്ല എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും തീരുമാനമെടുത്തോ? വില കൂടിയപ്പോൾ ഞങ്ങൾ ആ തീരുമാനമെടുക്കും തനതായ രീതിയിൽ എന്ന് പറയുന്നതിനകത്ത് എന്താണ് സ്റ്റാൻഡേർഡ് ഓപ്പറേഷണൽ പ്രൊസീജിയർ എന്നുള്ളത് മാത്രമല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്, തന്നെ കൊണ്ടാവുന്ന രീതിയിൽ എന്നുകൂടി ഒരർത്ഥം അതിനകത്ത് ഉണ്ടാവും. അത് അവർ തീരുമാനിക്കട്ടെ, ഞാനത് അവരോട് എൻഫോഴ്സ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയാം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുന്നംകുളത്ത് ഓട്ടോയും 3 വയസ്സുകാരിയും കിണറ്റിൽ വീണു. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഇലക്ട്രിക് ഓട്ടോയിലിരുന്ന് 3 വയസ്സുകാരി കളിക്കുകയായിരുന്നു. അബദ്ധത്തിൽ ഓട്ടോ സ്റ്റാർട്ടായി വീട്ടുമുറ്റത്തെ കിണറിൻ്റെ ആൽമറ തകർത്ത് ഓട്ടോ കിണറ്റിൽ വീണു. കുഞ്ഞിനെ പ്രദേശത്ത് ഉണ്ടായിരുന്ന മരംവെട്ട് തൊഴിലാളികൾ കിണറ്റിൽ ഇറങ്ങി രക്ഷപ്പെടുത്തി. മരത്തങ്കോട് സ്വദേശി ബിന്നി വർഗീസിന്റെ മകൾ എൽസിയെ നിസാര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശക്തമായ മഴയിൽ തൃശൂർ വടക്കാഞ്ചേരി തോട്ടുപാടത്ത് വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നു. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനങ്ങളും ഗ്യാസ് സിലിണ്ടറും മോട്ടോറുകളും കിണറ്റിലേക്ക് ഇടിഞ്ഞു താണു. ബുധനാഴ്ച രാവിലെയായിരുന്നു സംഭവം. കാഞ്ഞിരക്കോട് തോട്ടുപാലം സ്വദേശി സേതുവിൻ്റെ വീട്ടുമുറ്റത്തെ കിണറാണ് ഇടിഞ്ഞത്. വീടിനോട് ചേർന്നുള്ള കിണർ ഇടിഞ്ഞതോടെ
വീടിൻ്റെ തറയോട് ചേർന്ന ഭാഗവും ഇടിഞ്ഞ നിലയിലാണ്. ഇത് വീടിന് ഭീഷണിയായി നിൽക്കുകയാണ്. സമീപവാസി ഷീനയുടെ വീട്ടുമതിലും ഇടിഞ്ഞു താഴ്ന്നു. 2 വീട്ടുകാരും ഉപയോഗിക്കുന്ന കിണറാണ് ഇടിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സ്വച്ഛ് സർവേഷന്റെ ഭാഗമായുള്ള പരിശോധനയ്ക്കായി കേന്ദ്രത്തിൽ നിന്നുള്ള സംഘം ഈ ആഴ്ച ഷൊർണൂരിലെത്തും. ഇതിന്റെ ഭാഗമായി നഗരസഭയുടെ നേതൃത്വത്തിൽ ഒരുക്കങ്ങൾ നടത്തിക്കഴിഞ്ഞു. ടൗണിലെ പല ഭാഗങ്ങളിലും ശുചിത്വ സന്ദേശങ്ങളും ചിത്രങ്ങളും വരച്ചിട്ടുണ്ട്. MCF അടക്കമുള്ള വിവിധ സ്ഥലങ്ങളിലും സംഘം സന്ദർശിക്കും. ശുചിത്വമാണ് പ്രധാനം, വൃത്തിയുള്ള നഗരമാണ് പ്രധാനം. അങ്ങനെ ഷൊർണൂർ നഗരസഭയും ഒരുങ്ങിക്കഴിഞ്ഞു. 2025-26 സ്വച്ഛ് സർവേക്ഷന്റെ ഭാഗമായുള്ള പരിശോധനയ്ക്കായാണ് ഷൊർണൂർ നഗരസഭ സജ്ജമായിരിക്കുന്നത്. കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു സംഘം ഈ ആഴ്ച തന്നെ പരിശോധനയ്ക്കായി ഷൊർണൂരിൽ എത്തിച്ചേരും. ഇതിന്റെ മുന്നോടിയായി MCF ടൗണിലെ പല ഭാഗങ്ങളിലെ പാതയോരങ്ങളിൽ ശുചിത്വ സന്ദേശങ്ങളും ചിത്രങ്ങളും വരച്ചു കഴിഞ്ഞു. ഏകദേശം 2 മാസത്തോളമായി സ്വച്ഛ് സർവേക്ഷന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്താൻ തുടങ്ങിയിട്ട് പാതയോരങ്ങളിലെ പലയിടങ്ങളിലും വേസ്റ്റ് ബിന്നുകൾ അടക്കം സ്ഥാപിച്ചു കഴിഞ്ഞു. ആദ്യം ഷൊർണൂർ നഗരസഭയിലെത്തുന്ന സംഘം MCF ടൗണിലെ പ്രധാന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ എത്തി പരിശോധന നടത്തും. നഗരസഭയിലെ കണ്ടിജന്റ് ജീവനക്കാരായ ബിജു ജോസ്, ആനന്ദ് എന്നിവരാണ് ചിത്രങ്ങളുടെയും എഴുത്തുകളുടെയും പിന്നിൽ പ്രവർത്തിച്ചത്. ആരോഗ്യ വിഭാഗം, ഹരിതകർമ്മസേന അംഗങ്ങൾ, മറ്റു ശുചീകരണ തൊഴിലാളികൾ എന്നിവരും സ്വച്ഛ് സർവേക്ഷന്റെ പ്രവർത്തനങ്ങളുടെ പങ്കാളികളായി. കേരളത്തിലെ ആദ്യ മാലിന്യമുക്ത നഗരസഭ കൂടിയാണ് ഷൊർണൂർ നഗരസഭ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ലോകകപ്പ് ആവേശം മുറുകുന്നതിനിടെ കേരളത്തിലെ ഏറ്റവും വലിയ ഫ്ലക്സുമായി കോങ്ങാട് അർജന്റീന ഫാൻസ്. ഈ ലോകകപ്പിന് ശേഷം മെസ്സി പടിയിറങ്ങുമ്പോൾ അദ്ദേഹത്തിന് അർജന്റീന ആരാധകരുടെ സമ്മാനമാണ് 160 അടി നീളമുള്ള ഫ്ലക്സ് എന്നാണ് ആരാധകരുടെ മറുപടി. കളിക്കളത്തിലെ സിംഹരാജാവിന് ഞങ്ങൾ കൈയടിക്കും, കപ്പടിക്കുമ്പോൾ ആർപ്പ് വിളിക്കും. മറിച്ചാണെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തെ സന്തോഷത്തോടെ യാത്രയാക്കും. ഇനി ആരൊക്കെ വന്നാലും കാൽപന്തിൻ്റെ ലോകത്ത് ഞങ്ങളുടെ ഹീറോ മെസ്സി മാത്രം. ഇതാണ് കോങ്ങാട് അർജന്റീന ആരാധകരുടെ മറുപടി. ഫ്രണ്ട്സ് ക്ലബ്ബും നാട്ടുകാരിൽ ചിലരും ചേർന്ന് 80-ലധികം പേരുടെ കൂട്ടായ്മയിലാണ് ഫ്ലക്സ് ഒരുക്കിയിട്ടുള്ളത്. സീഡ് ഫാമിന് സമീപം പ്രധാന പാതയിലാണ് ഫ്ലക്സ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് കണ്ട് വാഹനങ്ങൾ റോഡരികിൽ നിർത്തും. ചിലരൊക്കെ മുന്നിൽ നിന്ന് സെൽഫി എടുക്കും. പ്രതിരോധ നിര കാക്കാൻ വമ്പന്മാരൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും ഏഞ്ചൽ ഡി മറിയ ഇത്തവണ കളിക്കളത്തില്ലാത്തതിൻ്റെ സങ്കടത്തിലുമാണ് ആരാധകർ. ഡി മറിയയുടെ ചിത്രവും ഫ്ലക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ലോകകപ്പിന് 140 അടി നീളമുള്ള ഫ്ലക്സ് ആയിരുന്നു ഒരുക്കിയിരുന്നത്. ഇത്തവണ 60,000 രൂപ വരെ ഫ്ലക്സ് ഒരുക്കുന്നതിന് ചിലവായി. വിദേശത്തു നിന്നുള്ള സുഹൃത്തുക്കളും സഹായിച്ചു. മഴ കനത്തോടെ ഫ്ലക്സിന് കൂടുതൽ സുരക്ഷ നൽകാനുള്ള ശ്രമത്തിലായിരുന്നു ഒപ്പമുള്ള ഷമീദ്, മുബഷീർ, ഷാനിദ്, അക്ബർ, സുനൂബ് തുടങ്ങിയവർ. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോട്ടായിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ യുവാവിനെ അമ്പലക്കുളത്തിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടായി ശാസ്താപുരം കൊടുമുടിപ്പടി രാമൻകുട്ടിയുടെ മകൻ 30 വയസ്സുള്ള സുരേഷിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബുധനാഴ്ച രാവിലെ കുളിക്കാൻ വന്നവർ കുളക്കരയിൽ ഷർട്ട്, മുണ്ട്, ഫോൺ കണ്ടതിനെ തുടർന്ന് അന്വേഷണത്തിൽ സുരേഷിൻ്റെതാണെന്ന് മനസ്സിലായി. ഉടനെ കോട്ടായി പോലീസിനെയും അഗ്നിരക്ഷാസേനയെയും വിവരമറിയിച്ചു. മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിൽ മൃതദേഹം കണ്ടെടുത്തു. കുളിക്കാനിറങ്ങി തെന്നി അബദ്ധത്തിൽ വീണതാവാമെന്നാണ് കരുതുന്നത്. ചൊവ്വാഴ്ച രാത്രി മുതൽ സുരേഷിനെ കാണാതായതായി വീട്ടുകാർ പോലീസിനോട് പറഞ്ഞു. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ സുരേഷ് പണിക്കിടെ കാലിൽ മുറിവ് പറ്റിയതിനാൽ ഒരാഴ്ചയായി പണിക്ക് പോകുന്നില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തനിച്ച് താമസിക്കുന്ന വയോധികയായ തൊഴിലുറപ്പ് തൊഴിലാളിയായ വീട്ടമ്മയെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു. പാഞ്ഞാൾ പഞ്ചായത്തിലെ പയങ്കുളം ഉന്നത്തൂർ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ചേരപ്പറമ്പിൽ വീട്ടിൽ 69 വയസ്സുള്ള നാരായണിയെയാണ് വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 3 പെൺമക്കളെയും കല്യാണം കഴിച്ചു കൊടുത്ത് ഇവർ തനിച്ചാണ് താമസിക്കുന്നത്. മക്കൾ ബുധനാഴ്ച രാവിലെ വിളിച്ചപ്പോഴാണ് ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് ബന്ധുക്കളെ വിവരമറിയിക്കുകയും ബന്ധുക്കളെത്തി പരിശോധിച്ചപ്പോഴാണ് വീടിനകത്ത് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മക്കൾ ലക്ഷ്മി, വിജയം, ശാന്തകുമാരി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃശൂരിൽ പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾ കത്തിച്ച് നശിപ്പിച്ച് സിറ്റി പോലീസ്. പുതുക്കാട്ടെ മഹാദേവ ബ്രിക്സ് വർക്ക്സ് എന്ന ഓട്ട് കമ്പനിയിലാണ് കഞ്ചാവ് അടക്കമുള്ള ലഹരി വസ്തുക്കൾ കത്തിച്ച് നശിപ്പിച്ചത്. സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ് നേതൃത്വം നൽകി. 60 കിലോ കഞ്ചാവ്, മെത്തഫിറ്റിൻ 134 ഗ്രാം, 390 ഗ്രാം ഹാഷിഷ് ഓയിൽ കൂടാതെ കഞ്ചാവ്, ബീഡിയും മറ്റ് പുകയില ഉൽപ്പന്നങ്ങളും നശിപ്പിച്ചവയിൽ പെടും. കോടതിയുടെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയാണ് ലഹരി വസ്തുക്കൾ നശിപ്പിച്ചത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരിക്കെതിരായ ബോധവൽക്കരണവും പൊതുജനങ്ങളിലേക്ക് കൂടി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പോലീസ് തന്നെ പുറത്തുവിടുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോങ്ങാട് പോലീസ് നടത്തിയ പരിശോധനയിൽ കോങ്ങാട് നിന്ന് കഞ്ചാവുമായി യുവാവ് പിടിയിലായി. കോങ്ങാട് കല്ലുവെട്ടിക്കുഴി വീട്ടിൽ നാസറിന്റെ മകൻ 23 വയസ്സുള്ള ഷിബിലാണ് പിടിയിലായത്. കേന്ദ്ര സർക്കാരിനെതിരെ SCFWA ഷൊർണൂർ മേഖലാ കമ്മിറ്റിയുടെ പ്രതിഷേധം.
പെട്രോൾ, ഡീസൽ, പാചകവാതക, CNG വില വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ നേതൃത്വത്തിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രകടനവും തുടർന്ന് പ്രതിഷേധ യോഗവും നടത്തി. സീനിയർ സിറ്റിസൺ വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം. പെട്രോൾ, ഡീസൽ, പാചകവാതക, CNG വില വർധനവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. തുടർന്ന് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടന്ന പ്രതിഷേധ യോഗം ലൈബ്രറി കൗൺസിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി C. വിജയൻ ഉദ്ഘാടനം ചെയ്തു. പിന്നീട് ഇന്ത്യൻ മുതലാളിത്തത്തിന് ഇന്ത്യയുടെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കാൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്ന നയസമീപനങ്ങളാണ് ഇന്ത്യ രാജ്യം ഭരിച്ച ഭരണാധികാരികൾ ഇരുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കാലം കടന്നുപോയപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേതര രാജ്യമാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഇന്നത്തെ സ്ഥിതി എന്താ? ഇന്ത്യ വർഗീയവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദുക്കളല്ലാത്തവർ ഇന്ത്യ രാജ്യത്ത് നിന്ന് പോകണം. ഏത് വസ്ത്രം ധരിക്കണം, ഏത് ഭക്ഷണം കഴിക്കണം. SCFWA ഷൊർണൂർ മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് MK രാമേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ND ദിൻഷാദ്, K. ചന്ദ്രൻ, ലോഹിതാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. 50 ലക്ഷം ചെലവഴിച്ച് നിർമ്മിച്ച പട്ടികജാതി വനിതാ വിപണന കേന്ദ്രം ആർക്കും ഉപകാരമില്ലാതെ അടഞ്ഞുകിടക്കുന്നു. പണി പൂർത്തീകരിച്ച ശേഷം ഒരിക്കൽ പോലും തുറന്ന് പ്രവർത്തിച്ചില്ലെന്നാണ് പരാതി. കോങ്ങാട് പഞ്ചായത്തിൽ മെമ്പേഴ്സ് കെയറിന്റെ നേതൃത്വത്തിൽ സ്നേഹാദരം സംഘടിപ്പിച്ചു. പഞ്ചായത്തിലെ 2, 5, 14, 15 വാർഡുകളിൽ നിന്നും SSLC, +2, LSS, USS, NMS വിജയികളെ ആദരിക്കുന്നതിനായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് മെമ്പർ CK ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. CN ശിവദാസൻ, CB ഹംസ, ശോഭ വാസുദേവൻ, TK പ്രഭാകരൻ, KS സുന്ദരേശൻ, KR ചാത്തു, TU മുരളീകൃഷ്ണൻ, CA കൃഷ്ണകുമാർ, TC സന്തോഷ്, AC പൊന്നുകുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മെമ്പറെ, ഞങ്ങൾക്ക് ഒരു കാര്യമുണ്ട്, നിറവേറ്റി തരുമോ? മങ്കര പഞ്ചായത്തിലെ കുനിയമ്പാടം മെമ്പറായ ആസിയ ഹമീദിനോട് ആവശ്യവുമായി കുട്ടികൾ എത്തി. തങ്ങൾക്ക് കളിക്കാൻ ഒരു ഫുട്ബോൾ വേണമെന്നായിരുന്നു കുട്ടികളുടെ ആവശ്യം. പിന്നെ ഒന്നും ആലോചിച്ചില്ല, കയ്യിൽ നിന്നും പൈസ എടുത്ത കുട്ടികൾക്ക് ഒരു ഫുട്ബോൾ വാങ്ങിച്ചു കൊടുത്തു. ഞാൻ മെമ്പറായതിനു ശേഷം ആദ്യമായിട്ട് എന്നോട് നമ്മുടെ കുഞ്ഞമ്പാടത്തെ പിള്ളേർ ഒരു ആവശ്യം പറഞ്ഞതാണ്, ദാദാ ഞങ്ങൾക്കൊരു സാധനം വാങ്ങി തരുമോ ചോദിച്ചു. അപ്പൊ ഞാൻ എന്താ മോനെ പറഞ്ഞോ? അപ്പൊ ഞങ്ങൾക്കൊരു ബോളില്ല കളിക്കാൻ, അപ്പൊ ബോൾ വാങ്ങി തരണം പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ സ്വീകരിച്ചു നിങ്ങളുടെ അപേക്ഷ. അപ്പൊ ഞാനത് എനിക്ക് ബോളിന്റെ ഇതൊന്നും അറിയില്ല, എന്നാലും ഞാൻ ഏകദേശം അറിയുന്ന ആൾക്കാരോട് ചോദിച്ചിട്ട് കൊണ്ടാകുന്ന വിധം ഒരു ബോൾ ഞാൻ വാങ്ങി അവർക്ക് കൊടുത്തിട്ടുണ്ട്. പറളി അൽമനാർ ഖുറാനിക് പ്രീ സ്കൂളിൽ പ്രവേശനോത്സവം 2026 ശ്രദ്ധേയമായ പരിപാടികളോടെ നടത്തി. വാളയാർ പോലീസ് സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. റിട്ടയേർഡ് പ്രൊഫസർ അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു. ഉസ്മാൻ മൗലവി, ഫാറൂഖ് മൗലവി എന്നിവർ സംസാരിച്ചു. മറിയം ടീച്ചർ സ്വാഗതവും സുബ്ഹാന ടീച്ചർ നന്ദിയും പറഞ്ഞു. ബഹുമാന്യ അധ്യക്ഷൻ മജീദ് മാസ്റ്റർ, ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട ASI മുഹമ്മദ് ഷരീഫ് സാഹിബ്, അതുപോലെ ഫാറൂഖ് മൗലവി. ചരമം. സിസ്റ്റർ മേരി റൊസർ ഷൊർണൂർ സെന്റ് തെരേസ് കോൺവെന്റിൽ വെച്ച് നിര്യാതയായി. 85 വയസ്സായിരുന്നു. ഷൊർണൂർ സെന്റ് തെരേസ് കോൺവെന്റിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഷൊർണൂരിൽ മേളം തിയേറ്ററിനും റെയിൽവേ സ്റ്റേഷനും സമീപത്തെ വെള്ളക്കെട്ട് പ്രശ്നം നഗരസഭയ്ക്ക് തലവേദനയാകുന്നു. പാതയിലെ കൾവേർട്ട് അടഞ്ഞതോടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചതാണ് പ്രധാന പ്രശ്നം. നഗരസഭാ അധികാരികളും PWD അധികൃതരും സ്ഥലം സന്ദർശിച്ചു. പാടം നികത്തിയുള്ള അശാസ്ത്രീയമായ കെട്ടിട നിർമ്മാണം മറ്റൊരു പ്രശ്നമാണെന്ന് ചെയർപേഴ്സൺ. വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട പ്രാഥമിക പരിശോധനയാണ് നടക്കുന്നതെന്നും ചാൽ വൃത്തിയാക്കുന്നതടക്കമുള്ള ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും ചെയർപേഴ്സൺ T. നിർമ്മല. കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധവുമായി സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ. പെട്രോൾ, ഡീസൽ, പാചകവാതക, CNG വില വർധനവ് പിൻവലിക്കണമെന്ന ആവശ്യം.
ആവശ്യങ്ങൾ ഉന്നയിച്ച് SCFWA ഷൊർണൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും. ജോലി വാഗ്ദാനം ചെയ്ത് ദളിത് യുവതിയെ പീഡിപ്പിച്ച കേസ്. പ്രതിയായ പാലക്കാട് നഗരസഭാ കൗൺസിലർ പ്രശോഭ് വത്സനെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കസ്റ്റഡിയിൽ വിട്ടത് 2 ദിവസത്തേക്ക് മണ്ണാർക്കാട് SCST കോടതി. ആർഭാട ജീവിതത്തിനായി അയോധ്യയെ ആക്രമിച്ച സ്വർണ്ണവടകൾ കവർന്ന ധനകാര്യ സ്ഥാപനത്തിലെ ലോൺ അപ്രൂവൽ ഓഫീസർ പിടിയിൽ. ചാലക്കുടി ഡിവൈഎസ്പിയുടെയും സംഘത്തിന്റെയും നേതൃത്വത്തിൽ പിടിയിലായത് തലശ്ശേരി സ്വദേശി റോഷൻ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോങ്ങാട് കഞ്ചാവുമായി യുവാവ് പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് കോങ്ങാട് സ്വദേശി ഷിബിൽ. കോട്ടായിയിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളിയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരണപ്പെട്ടത് 30-കാരൻ സുരേഷ്. ലോകകപ്പ് ഫുട്ബോളിന് ഇനി 8 നാൾ. ആരാധകരുടെ ആവേശം വാനോളം. ഇത്തവണ ലോകകപ്പിന് ശേഷം വിടവാങ്ങുന്ന മെസ്സിയുടെ പടുകൂറ്റൻ ഫ്ലക്സുമായി കോങ്ങാട് അർജന്റീന ആരാധകർ. 160 അടി നീളമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ഫ്ലക്സ് ആണെന്ന് മെസ്സി ആരാധകർ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.